ഹലോ ഗൈസ്, ഋതു ഹായ് പറഞ്ഞേ. ഹായ്. ഞങ്ങളുടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ ഉത്സവമാണെന്ന്. അപ്പം ഉത്സവം ഒരുങ്ങിയിട്ടുണ്ട്, സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഒരു സഹായത്തിനും ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് രാവിലെ തുടങ്ങിയത്, 6 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. സദ്യ റെഡി ആയിട്ടുണ്ട്, കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. എന്നാലും ഏട്ടനെ കാള ഒരുക്കുന്ന സ്ഥലത്ത് പോയേക്കുവാണ്. അപ്പം അതൊന്ന് റെഡിയായി സെറ്റാക്കി കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരും. പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഗസ്റ്റുകൾ ആരുമില്ല, അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. വൈകിട്ട് ഘോഷയാത്രയൊക്കെ ഉണ്ട്, ഗംഭീര ഘോഷയാത്രയാണ്. ഞാൻ നിങ്ങളെ കുറച്ചൊക്കെ കാണിക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ, ലൈക്കൊക്കെ തരണം. ആദ്യം തന്നെ കുടിവെള്ളം തന്നെ കാണിക്കാം. നവരയിലിട്ട് തിളപ്പിച്ച വെള്ളമാണേ. ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ, ബീട്രൂട്ട് കിച്ചടി. വെള്ളപ്പച്ചടി വെച്ചാൽ ഇവിടെ ആർക്കും വേണ്ട, അതുകൊണ്ടാണ് ബീട്രൂട്ട് കിച്ചടി വെച്ചത് കേട്ടോ. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേവറേറ്റ് സാധനമാണ്, കൂട്ടുകറിയാണ്. ഇച്ചിരി തിക്കായിപ്പോയി കൂട്ടുകറി, നല്ല വടയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടുകറിയാണേ. പിന്നെ തോരൻ, ക്യാബേജ് തോരനുണ്ട്. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, നല്ല സൂപ്പർ പുളിശ്ശേരിയാണ് കേട്ടോ, അടിപൊളി പുളിശ്ശേരിയാണ്. പിന്നെ മെയിൻ ഐറ്റം പരിപ്പുണ്ട്, പപ്പടം, ഫൈനലി നമ്മുടെ ചോറ്. എന്താണ് ഋതു ബേബി? ചോറ് കണ്ടോ, എങ്ങനെയുണ്ട്? കഴിക്കാൻ സൂപ്പറാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. മെയിൻ ഐറ്റം വിട്ടുപോയി, പായസം. നല്ല സൂപ്പർ അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇന്നുണ്ടാക്കിയത്. അടിപൊളി പായസമാണ് കേട്ടോ, മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുണ്ട് പായസത്തിൽ. ഓക്കെ, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാരണവർ ചോറ് കഴിക്കുന്നു. ഞങ്ങളുടെ കാരണവർ സ്വന്തമായിട്ട് തന്നെ ചോറ് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കസേരയിൽ 2 തലയിണയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാരണവരെ ഇരുത്തിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, അച്ഛനാണ് അച്ഛൻ. ആദി, ഹലോ കെട്ടിയോനെ, ഒന്നിങ്ങോട്ട് നോക്ക്. മിണ്ടായിരിക്കും, ഇങ്ങോട്ട് നോക്കേട്ടാ. നോക്കുന്നുണ്ടോ? ഓ വേണം. This is mine.